നമ്മളെല്ലാവരും മഹാവിഷ്ണുവിൻ്റെ നാലാമത്തെ അവതാരമായ നരസിംഹമൂർത്തി സ്വാമിയുടെ ക്ഷേത്രാങ്കണത്തിൽ അല്പസമയം നല്ല ചൂടിനിടയിലും ഒന്നിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ചൂട് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഹിന്ദുക്കൾ ഈ ചൂടിന് പരിഹാരം ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ് ഭൂമിയെ തൊട്ട് വന്ദിച്ച് ഭൂമിയോട് മാപ്പ് പറയുന്നൊരു സംസ്കാരം നമുക്കുണ്ടായിരുന്നു. ആ സംസ്കാരം അപരിഷ്കൃതമാണ്. അത് ക്ലാസ്സുകളിലൊന്നും പഠിപ്പിക്കേണ്ടതില്ല. കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും മാത്തമെറ്റിക്സും ഒക്കെ പഠിച്ചാൽ മതി. പഠിക്കുക മറക്കുക ഈ രീതിയിൽ പോയാൽ പരീക്ഷ പാസ്സാകും, നല്ല ജോലിയും കിട്ടും, പക്ഷെ ചൂട് നിയന്ത്രിക്കാൻ കഴിയില്ല. ഭൂമിയെ തൊട്ട് വന്ദിക്കുമ്പോൾ നാം ഉപയോഗിച്ചൊരു മന്ത്രത്തെ ജർമ്മനി എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യത്ത് വലിയ പ്രാധാന്യത്തോടു കൂടി അവരുടെ LKG മുതലുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ലോക പരിസ്ഥിതി സമ്മേളനം ജനീവയിൽ നടന്നപ്പോൾ ലോകം പ്രകൃതി ചൂഷണം ചെയ്യപ്പെടുന്നു, പ്ലാസ്റ്റിക്കുകളാൽ കുന്നുകൂടപ്പെടുന്നു, മലകളും പുഴകളും തകർക്കപ്പെടുന്നു എന്നൊക്കെ പലരും പരിതപിച്ചു. ഇതിനിടയിലാണ് ജർമ്മനിയിലൊരു ശാസ്ത്രകാരൻ പറഞ്ഞു, ഇതിനൊറ്റ പരിഹാരമേ ഉള്ളൂ, ഭാരതത്തിൻ്റെ കയ്യിൽ ഒരു ഫോർമുലയുണ്ട്. അത് വളർന്നു വരുന്ന ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും അന്തർലീനമായി കിടക്കുന്ന പ്രകൃതിയോടുള്ള സ്നേഹത്തെ ഉണർത്തുവാനും ഉയർത്തുവാനും ഉള്ളതാണ്. അതുകൊണ്ട് അത് പഠിപ്പിക്കണം. അപ്പോഴാണ് നമ്മുടെ പ്രസക്തമായ ആ ഒരു സമുദ്രവസനേ ദേവി പർവ്വതസ്ഥനമണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമി. രാവിലെ എഴുന്നേറ്റ ഉടൻ ഭൂമിയെ തൊട്ട് വന്ദിച്ച് ഭൂമിയോട് മാപ്പ് പറഞ്ഞുകൊണ്ട് ഒരു ഹിന്ദുവിൻ്റെ പ്രാർത്ഥനയാണ്, സമുദ്രത്തെ വസ്ത്രമാക്കിയവളെ, പർവ്വതങ്ങളെ സ്തനമായി ധരിച്ചവളെ, വിഷ്ണുവിൻ്റെ പത്നിയായ ഭൂമി ദേവി, നിനക്കെൻ്റെ നമസ്കാരം, പാദസ്പർശം ക്ഷമസ്വമി, എൻ്റെ പാദസ്പർശത്തെ ക്ഷമിച്ചാൽ. അതായത് ഭൂമിയെ തൊട്ട് നമസ്കരിച്ച് ഭൂമിയോട് മാപ്പ് പറയുന്ന ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് പ്രകൃതിയെ നശിപ്പിക്കാൻ കഴിയില്ല.